ഡ്രൈവിങ്ങിൽ ഓട്ടാൻ മാത്രമല്ല നിർത്താനും അറിയണം, അല്ലേ? പ്രസംഗത്തിലും അങ്ങനെ തന്നെ. ഞാൻ നിർത്തുന്നു എന്ന് പലതവണ പറഞ്ഞിട്ടും നിർത്താൻ പാടുപെടുന്ന പ്രസംഗകർ കണ്ടിട്ടില്ലേ? പരിശീലനത്തിൻ്റെ കുറവാണ്. പ്രസംഗം എങ്ങനെ നിർത്തണം, എങ്ങനെ നിർത്തരുത് എന്നതിനെപ്പറ്റി പ്രസംഗകലയുടെ ലോകഗുരു ഡെയിൽ കാർനെഗി വ്യക്തമായ നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അവയിലൊന്ന്, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു എന്ന് പറയാതിരിക്കലാണ് നല്ലത്. കാരണം ആവശ്യമില്ലാത്ത ഒരു വാക്കും പ്രസംഗത്തിലുണ്ടാകരുത്. എത്രയോ ആളുകളുടെ സമയം നഷ്ടപ്പെടുത്തുകയല്ലേ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. അത്രയും പറഞ്ഞതാണ്, പാടിയതല്ല എന്ന് ആളുകൾക്കറിയാം. ഞാൻ എൻ്റെ പ്രസംഗം എന്ന് പറയേണ്ടതില്ല, അത് പ്രസംഗമാണ്, കഥാപ്രസംഗമല്ല കേട്ടത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. നിർത്തുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല, നിർത്തിയേച്ചാൽ മതി, നിർത്തി എന്ന് ആളുകൾക്ക് ബോധ്യം വരും. ദുഃഖത്തോടെയോ സന്തോഷത്തോടു കൂടെയോ അത് അവർ തിരിച്ചറിയും. എന്ന് വെച്ച് പ്രസംഗം പെട്ടെന്ന് നിർത്തി ഓടിക്കള്ളണമെന്നല്ല അർത്ഥം. അതിനതിൻ്റേതായ വഴികളുണ്ട്. ഒരു വഴി ശബ്ദം കുറച്ച്, സ്പീഡ് കുറച്ച്, ഇതേവരെ പറഞ്ഞത് എന്തൊക്കെയാണെന്നൊന്ന് ചുരുക്കി പറഞ്ഞ് സമ്മറൈസ് ചെയ്ത് നന്ദി പറഞ്ഞ് പിരിയുക. നിർത്തുമ്പോൾ നിർത്തി എന്ന് ആളുകൾക്ക് മനസ്സിലാവും. ഇത് വിമാനയാത്രികരൊന്നും അല്ലല്ലോ, സീറ്റ് വലിച്ച് കെട്ടാനൊന്നുമില്ല. അതുകൊണ്ട് ലാൻഡിങ് അനൗൺസ്മെൻറ്റ് ആവശ്യമില്ല. ഇത് ഒരു വഴിയാണ് പറഞ്ഞത്. ഇനി മറ്റു വഴികൾ നമുക്ക് വെബിനാറിൽ ചർച്ച ചെയ്യാം. മറക്കില്ലല്ലോ, ഡിസംബർ 14 ശനിയാഴ്ച രാത്രി 9 മണി മുതൽ 10 മണി വരെ ഞാനുണ്ടാകും. നിങ്ങളുണ്ടാവോ? താങ്ക് യു.